ടെൻഷൻ എന്തായാലും ജോലി പോയി, കാശുമില്ല. ഇപ്പോൾ എന്ത് ചെയ്യും? വെള്ളം വീഴുന്നത് വരെ താഴത്തേക്ക് പോകണം. ഞാനെങ്ങനെ മുന്നോട്ടെങ്ങനെ പോകും? എവിടേക്കെങ്കിലും ജോലി നോക്കണം. ദുബായോ ഖത്തറോ ഏതെങ്കിലും അറബിയുടെ അടിമപ്പണി ചെയ്തിട്ടാണെങ്കിലും എവിടെയെങ്കിലും രക്ഷപ്പെടണം. ഞാൻ രക്ഷപ്പെടും. ഈ വിശ്വാസം, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് ജയിക്കാൻ പറ്റും. കിട്ടും, ജോലി കിട്ടും. നീ ടെൻഷൻ അടിക്കണ്ട, എനിക്ക് ജോലി കിട്ടും. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മളിൽ പലരും കണ്ടിട്ടുള്ളതും അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള സിനിമകളിലൂടെയോ കണ്ടിട്ടുള്ളതുമായ ഒരു ചെറിയ രംഗമാണ് നേരത്തെ നമ്മൾ കണ്ടത്. അതായത് താൻ ഏക ആശ്രയമായിട്ടിരുന്ന ജോലി നഷ്ടപ്പെടുകയും തൻ്റെ സമ്പാദ്യമെല്ലാം ഇല്ലാതായി എന്ന് മനസ്സിലാക്കുമ്പോൾ ഏതൊരു യുവാവിനും യുവതിക്കും ഉണ്ടാകുന്ന ഒരു അനുഭവം. അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് മറ്റ് ജോലികൾക്കെല്ലാം അപ്ലൈ ചെയ്യുകയും തൻ്റെ വിദ്യാഭ്യാസത്തിനൊത്തവണ്ണം ജോലി ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വീട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നും നിനക്ക് ജോലിയൊന്നും ആയില്ലേ, നിനക്ക് നല്ല വിദ്യാഭ്യാസമുണ്ടല്ലോ, നീ നല്ല പഠിപ്പുണ്ടല്ലോ, എന്നിട്ടും എന്തേ ജോലി ലഭിക്കാത്തത്? നിൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചവരല്ലേ, നിന്നേക്കാൾ ഉഴപ്പനായിട്ടിരുന്ന വ്യക്തികളെല്ലാം ഇപ്പോൾ നല്ല നിലയിലാണല്ലോ, അവൻ വിദേശത്താണല്ലോ, അല്ലെങ്കിൽ സ്വദേശത്ത് തന്നെ നല്ല ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടല്ലോ, നിനക്ക് മാത്രം എന്താ ഇങ്ങനെ പറ്റുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്ന പല യുവാക്കളും യുവതികളും ഇതുപോലെയുള്ള ടെൻഷനുകൾ അനുഭവിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അവർ സ്വയമേ ആശ്വസിപ്പിക്കാൻ പറയുന്നതാണ്, എനിക്ക് ജോലി കിട്ടും, യെസ് ഐ ആം കോൺഫിഡൻറ്റ്, എനിക്ക് കിട്ടും, ഞാൻ പഠിച്ച പഠിപ്പിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തേക്കുന്ന എക്സ്പീരിയൻസിൽ, ഞാൻ പഠിച്ചേക്കുന്ന എനിക്ക് ലഭിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ ഇതിൽ നിന്നെല്ലാം എനിക്ക് ഒരു നല്ല ജോലി വിദേശത്ത് ലഭിക്കും, ഞാൻ അത് അപ്ലൈ ചെയ്താൽ ലഭിക്കുമെന്ന്. എന്നാൽ പകുതി പേരും ഇങ്ങനെയുള്ള അപ്ലൈകൾ ചെയ്യുമ്പോൾ അവർക്ക് മിക്കതും കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്താണെന്ന് വെച്ചാൽ നാം നമ്മുടെ കരവേലകളിൽ ആശ്രയിക്കുമ്പോൾ, നാം നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കുമ്പോൾ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ബുദ്ധി അത് തെറ്റായി പോകുന്ന രീതിയിലേക്ക് കടന്നു പോകുന്നുണ്ട്. എന്നാൽ നാം നമ്മുടെ ബുദ്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നാം ആഗ്രഹിച്ചതും നാം ഉറപ്പിച്ചതും അല്ലെങ്കിൽ അത് കിട്ടുമെന്ന് വിചാരിച്ചതുമായ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവമക്കളെ, പലരും നിങ്ങളുടെ മുൻപിലേക്ക് ഇതേ ചോദ്യങ്ങൾ നിങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടാകും. അതായത് ഒരു ലോകക്കാരന് മാത്രമല്ല, ഒരു ദൈവമക്കൾക്കും ഇത് അനുഭവിക്കേണ്ട അവസ്ഥ പല രീതിയിൽ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ജോലി മേഖലയാകാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയാകാം, അല്ലെങ്കിൽ വിവാഹം, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ മറ്റൊരു തലത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാകും. എന്തുകൊണ്ട് നടക്കുന്നില്ല? അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചിന്ത വരും, ദൈവമില്ലേ? ഇനി ദൈവം ഇത് പ്രവർത്തിക്കാത്തതാണോ? എന്തുകൊണ്ടാണ് എൻ്റെ ആഗ്രഹങ്ങൾ നടക്കാത്തത്? എപ്പോഴെങ്കിലും നമ്മുടെ മുൻപിലൂടെ കടന്നുപോയ ചിന്തയായിരിക്കും ഇത്. കാരണം പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം നടത്തി തരാറില്ല എന്ന് തന്നെയാണ് സത്യം. എന്തുകൊണ്ടെന്നാൽ നമ്മളിങ്ങനെ ആഗ്രഹിക്കും, നല്ലൊരു ജോലി, യെസ് ഈ ഒരു CV വെച്ച് ഞാൻ ആഗ്രഹിക്കുന്ന ജോലി, അവിടെ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന നിമിഷം തന്നെ യു ആർ അപ്പോയിൻറ്റഡ്, നിനക്ക് ജോലി തരാമെന്ന് പറയുന്ന ഒരു CEO അല്ലെങ്കിൽ ഒരു HR മാനേജറിനെയോ നിങ്ങൾ അവിടെ സ്വപ്നം കണ്ടിട്ടുണ്ടാകും. എന്നാൽ അവിടെ ചെല്ലുകയും അവിടെ ജോലിക്കായി ഇരിക്കുകയും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ പറയും, നിങ്ങൾക്ക് മികച്ച ക്വാളിഫിക്കേഷനൊന്നുമില്ല, നിങ്ങളെക്കാൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർ തന്നെ ആ ലൈനിലും അതുപോലെ മുൻപ് വന്നവരായിട്ടുള്ള ഒക്കെ ഉണ്ടെന്ന് പറയും. എന്നാൽ ദൈവമക്കളെ, നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്ക്. ദൈവം ആഗ്രഹിക്കാത്ത ഒരു ജോലിയോ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത, നിങ്ങൾക്ക് നല്ലത് നൽകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനേക്കാൾ മോശമായതിലേക്ക് പോകുന്നത് കണ്ട് അത് തടയുന്നതാണ് ദൈവമെങ്കിലും. നമുക്കൊരു വചനം വായിക്കാം. യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 17-ാം വാക്യം മുതൽ ഇപ്രകാരം പറയുന്നു: ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. അതായത് നമ്മൾ ഞാനെന്ന വ്യക്തി ആഗ്രഹിച്ചു ഒരു വ്യാപാരം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാം, മറ്റുള്ള എല്ലാവരേക്കാളും ലാഭമുണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ് കിട്ടുന്ന തരത്തിൽ ആദ്യ വർഷം തന്നെ എൻ്റെ ടേൺ ഓവർ തന്നെ
ഹൈ ലെവലിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ളൊരു പ്രോഫിറ്റ് ലഭിക്കുന്ന എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കും. ആ ഒരു പട്ടണത്തിൽ പോയാൽ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആ ദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എനിക്കൊരു നല്ലൊരു വരുമാനമുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കും. അവിടെ ചെന്ന് ഞാൻ ബിസിനസ് തുടങ്ങുകയും ഞാൻ ലാഭമുണ്ടാക്കും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയുന്ന നിങ്ങളോടാണ് ഈ ഒരു ദൈവവചനം പറയുന്നത്. എന്താ പറയുന്നത്? 14-ാം വാക്യം ഇപ്രകാരം പറയും: നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അതായത് ഓക്സിജൻ അകത്തേക്ക് ഇടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അകത്തേക്ക് പോയ ശ്വാസം പുറത്തേക്ക് പോവാതിരിക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് പോയ ശ്വാസം അകത്തേക്ക് വരാതിരിക്കുകയോ ചെയ്താൽ നമുക്കറിയാം നമ്മൾ മരണമടയുക തന്നെ ചെയ്യും. നമുക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, നമ്മൾ നാളെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയ വീഡിയോ കാണാനിടയെ എൻ്റെ ഹൃദയത്തെ ഒത്തിരി വേദനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു വീഡിയോ. ഒരു അമ്മയും തൻ്റെ ചെറിയ കുഞ്ഞും ഇതാ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. തൻ്റെ കുഞ്ഞ് വെയിലിൽ നിന്ന് മറയാനായി അമ്മ ഒരു കുട ചൂടി നിൽക്കുന്നുണ്ട്. അവർ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൻ്റെ പിറകിൽ ഒരു വലിയ ഫ്ലാറ്റിൻ്റെ പണി നടക്കുന്നുണ്ട്. ഒത്തിരി സമയം അവർ ബസ്സിന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഇഷ്ടിക വന്ന് ഈ ഒരു സ്ത്രീയുടെ, അതായത് ഈ ഒരു അമ്മയുടെ തലയിൽ വന്ന് വീഴുകയും പെട്ടെന്ന് തന്നെ ആ സ്ത്രീ അവിടെ വെച്ച് മരണമടയുകയും ചെയ്തു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്കൂൾ വിട്ടു വരുന്ന തൻ്റെ മകനെ ഇതാ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി വരുന്ന അമ്മ, ഇതാ സന്തോഷത്തോടെ അമ്മയുടെ കൈ പിടിച്ച് ബസ്സിൽ കയറാൻ നിൽക്കുന്ന കുഞ്ഞ്. എന്നാൽ ഇവർ പോലും അറിയുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഇവരുടെ സഹോദരങ്ങളോ ഭർത്താവോ അമ്മയോ അച്ഛനോ ഒന്നും അറിയുന്നില്ല ഇവർ ഒരു മരണത്തിലേക്കാണ് പോകുന്നതെന്ന്. ഇതുപോലെ തന്നെയാണ് ദൈവവചനം പറയുന്നത്, നാളത്തെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷമാകുന്ന മൂടൽ മഞ്ഞ് പോലെയാണ് നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു ബിസിനസ് സംരംഭം ഇടുകയും പിന്നീട് അത് വിജയിക്കുകയും, അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു നല്ല ജോലി ലഭിക്കുകയും അത് ഞാൻ നല്ലൊരു ഹൈ സാലറിയിൽ ഹൈ പൊസിഷനിൽ മറ്റുള്ളവരെക്കാൾ നല്ല രീതിയിൽ ഞാൻ വിജയിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാനൊരു ഇൻ്റർവ്യൂവിന് പോവുകയും ചെയ്യും. ആ ഇൻ്റർവ്യൂ എനിക്ക് ലഭിക്കുകയും എന്ന് ചിന്തിച്ചാൽ നീ നിൻ്റെ ബുദ്ധിയിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ ദൈവം പറയുക, നീ അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നിനക്ക് നൽകാനിരിക്കുന്നത് ഇതൊന്നുമല്ല, മറ്റൊരു തലത്തിലേക്കാണ് ഞാൻ നിന്നെ വഴി നടത്താൻ പോകുന്നത് എന്നാണ് ദൈവവചനം പറയുന്നത്. അല്ലെങ്കിൽ നീ എന്തിനാണ് നിൻ്റെ കരവേലയിൽ ആശ്രയിക്കുന്നത്? ദൈവവചനത്തിലേക്ക് നീ ഇറങ്ങി വന്ന് ദൈവത്തോട് തൻ്റെ ഇഷ്ടം ചോദിച്ച് ആ ഒരു മേഖലയിലേക്ക് നീ കടന്നു പോകാൻ ശ്രമിച്ചാൽ നിനക്ക് അവിടെ ഉന്നതി അല്ലെങ്കിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കും. തുടർന്നുള്ള വചനം എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. എങ്ങനെയാണ് പറയേണ്ടത്? കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. അതായത് ദൈവവചനം പറയുന്നത് പോലെ എൻ്റെ ദൈവം എനിക്കിത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് സംരംഭം, ഞാൻ തുടങ്ങിയിരിക്കുന്ന ബിസിനസ് സംരംഭമോ, ഞാൻ പോകാനിരിക്കുന്ന ഇൻ്റർവ്യൂകളോ, ഞാൻ പോകാനിരിക്കുന്ന വിദേശത്ത് പോയി പഠിക്കാനിരിക്കുന്ന എൻ്റെ ആഗ്രഹമോ, അല്ലെങ്കിൽ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളിൽ പലർക്കും പല രീതിയിലുള്ള ആഗ്രഹമായിരിക്കും. എൻ്റേതുപോലെ ആയിരിക്കണമെന്നില്ല നിങ്ങളുടേത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ആഗ്രഹം ദൈവം നടത്തണമെങ്കിൽ ദൈവത്തോട് നീ ആലോചന ചോദിച്ചു നോക്ക്. ദൈവമേ, എൻ്റെ ആഗ്രഹം ഇന്നതാണ്, ഈ ഒരു വിഷയവുമായി ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. ആ ഒരു വിഷയം കർത്താവ് അപ്രൂവ് ചെയ്യുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പഠന മേഖല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി മേഖല, ഞാൻ ആഗ്രഹിക്കുന്ന ആ ബിസിനസ് മേഖല, അത് വളർത്തുവാൻ ദൈവമേ നീ അനുവദിക്കുന്നുണ്ടോ? ഞാൻ അതിലേക്ക് പോയാൽ എനിക്ക് അഭിവൃദ്ധി പ്രാപിക്കാനോ ഉന്നതിയിലേക്ക് എത്തുവാനോ നല്ല രീതിയിൽ വിജയം ആഘോഷിക്കാനോ പറ്റുന്ന തരത്തിലാണോ ഈ ഒരു ജോലി മേഖല എന്ന് കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞു നോക്കി. ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പ്രവൃത്തി അവിടെ തന്നെ ഉയരത്തിൽ തന്നെ എത്തുക തന്നെ ചെയ്യും. ദൈവമക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദൈവത്തോട് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനം ചെയ്യാനെന്ന്? സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യും, എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. നീ എത്രയെത്ര തീരുമാനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ സ്വരുക്കൂട്ടിയാലും, നീ നിൻ്റെ ഹൃദയത്തിൽ എത്രയെത്ര ആലോചനകൾ ഉണ്ടാക്കിയെടുത്താലും, മല പോലെ കെട്ടി ഉയർത്തിയാലും,
ദൈവം പറയുക, എൻ്റെ തീരുമാനത്തിനൊത്ത ഭൂമിയിലെ സകല കാര്യവും നടക്കുന്നത്. നീ പോകേണ്ട വഴി നീ ആഗ്രഹിച്ച് തിരഞ്ഞെടുക്കും. എന്നാൽ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഇതാ ഞാൻ പോകേണ്ട വഴി ഇതാണോ, ഇതിലൂടെയാണോ ഞാൻ പോകേണ്ടതെന്ന് ചോദിച്ചാൽ ദൈവം പറയും, ഇതാണ് വഴി, ഇതിലൂടെ പോവുക. എന്നാൽ നീ നിൻ്റെ ഇഷ്ടത്തിനും നിൻ്റെ ബുദ്ധിക്കും നിൻ്റെ ശക്തിക്കും നിൻ്റെ ജ്ഞാനത്തിനും പ്രവർത്തിക്കും ഒത്ത രീതിയിൽ നീ പോവുകയാണെങ്കിൽ ദൈവവചനം പറയുന്നത് പോലെ, ഇതാ ബാലാമിനോട് പറഞ്ഞു. ബാലാം ഒത്തിരിയേറെ പ്രാവശ്യം നിർബന്ധിച്ച് ചോദിച്ചു, കർത്താവെ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബാലാമിനോട് പറഞ്ഞു, നീ പൊക്കോ, യു ഗോ ഹെഡ്. കാരണം നമ്മൾ ഒത്തിരി തവണ കർത്താവിനോട് നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് പറയും, നീ പൊക്കോളൂ, എന്തായാലും നീ നിൻ്റെ പ്രവൃത്തിയിലൊന്ന് ജയിച്ച് കാണിച്ചതാ എന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ അങ്ങ് വിടും. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു വേണ്ടപ്പെട്ടൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കർത്താവ് അനുവദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത ആ പദ്ധതി അങ്ങ് ഉപേക്ഷിക്കാം. കർത്താവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു പദ്ധതിയിലേക്ക് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. ഈ ഒരു സാഹചര്യം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. നമ്മളെപ്പോഴും ചിന്തിക്കും, കർത്താവ് അനുവദിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ നമുക്ക് കഷ്ടതയും സഹനവും ദുഃഖവും ക്ലേശവും എല്ലാം വരും. എന്നാൽ നമുക്ക് വരാനിരിക്കുന്ന ഒരു നന്മയുടെ ഒരു കാലമുണ്ട്. പലപ്പോഴും നമ്മുടെ മുൻപിലേക്ക് പല വാതിലുകളും കൊട്ടിയടയുമ്പോൾ നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു വിശാലമായ വാതിൽ സ്വർഗത്തിൽ നിന്നുള്ളതാണ്. അത് ദൈവമാണ് തുറക്കുന്നത്. അങ്ങനെ ഒരു വിശാലമായ വാതിൽ തുറക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉന്നതിയിലേക്ക് എത്തുന്നത്. നമ്മൾ പോലും അറിയാത്ത ഒരു കാനാൻ ദേശത്തെ ഒരു വാസം എന്ന പോലെ നമ്മൾ ഇഹലോകത്തിലും ഈ ഒരു ജീവിതത്തിലും അനുഗ്രഹത്തിൻ്റെ കൂമ്പാരം നമ്മളിലേക്ക് എത്തുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ബുദ്ധിയും നമ്മുടെ വിവേകവും നമ്മുടെ സർട്ടിഫിക്കറ്റ്സും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി പരിചയം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന ബിസിനസ് ഐഡിയയോ ഇതല്ല നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ദൈവവചനവും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. നിങ്ങൾ ദൈവവചനം കേട്ടിട്ടില്ലേ? ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ദൈവമക്കളെ, ദൈവവചനത്തെ പുച്ഛിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ ഇത് എന്തിനാണ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ വിശ്വാസിയായ നിന്നോട് ഞാൻ പറയുകയാണ്, ദൈവവചനത്തിൻ്റെ പിന്നാലെ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരിൽ നിന്ന് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവവചനം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചത് മാറ്റി ദൈവഹിതത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നാളത്തേക്ക് വലിയൊരു അനുഗ്രഹം തേടിയെത്തുന്നതായിരിക്കും. ദൈവവചനം ഒരിക്കലും വാക്ക് തെറ്റിക്കാത്തതാണ്. വചനം പറയുന്നത് പോലെ ആകാശം മാറിയാലും ഭൂമി മാറിയാലും എന്നും നിലനിൽക്കുന്നത് ദൈവവചനം മാത്രമാണ്. പ്രവചനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുക, വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം രാജ്യങ്ങളിലും പല ദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുക. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.